ഹായ്, ഷാർപ്പ് സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മാച്ച് എല്ലാവരും കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നമ്മളെ രാജകുമാരനും ക്യാപ്റ്റനും എല്ലാവരും കൂടിയിട്ട് സൗത്ത് ആഫ്രിക്കനെ ജയിപ്പിച്ചില്ല. ഡിക്കോക്ക് അടിച്ചതിൻ്റെ ആ ഒരു വിഷമം തീർന്നത് ശരിക്കും പറയുകയാണെങ്കിൽ തിലക് വർമ്മയുടെ ഒരു 62 റണ്ണാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആൾക്കാരെ കാട്ടുന്നത് ഒരു പിടുത്തമല്ല. ശുഭ്മാൻ ഗില്ലിനൊക്കെ എന്തിനാണ് കഴിഞ്ഞ 4 കളി സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമാണ്. ഇന്ന് തോറ്റയിൽ നന്നായി തോറ്റയിൽ സന്തോഷിക്കുന്നതിൽ പെട്ടൊരാളാണ് ഞാൻ. കാരണം വെച്ചാൽ ഗില്ലിനെ ഒരു നിലക്കും ഫിറ്റില്ലാത്ത ഒരുത്തന്നെ അടുത്ത് കൊണ്ടുവന്ന് കളിപ്പിച്ചിട്ട് അവൻ കാട്ടിക്കൂടനൊക്കെ കണ്ട് സഹിച്ചിട്ട് അതിലൊക്കെ ഗംഭീറും അഗർക്കറൊക്കെ നല്ല സന്തോഷവാന്മാരാണ്. ആ സഞ്ജുവിനോട് ബാക്കിലിരുത്തിയിട്ട് ജിതേഷ് ശർമ്മ ഇന്ന് മൊത്തത്തിൽ ഫ്ലോപ്പാണ്. ആകെ ഒറ്റാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് തിലക് വർമ്മ മാത്രമേ ഉള്ളൂ. ബൗളേഴ്സിലാണെങ്കിൽ വരുൺ ചക്രവർത്തി എന്താണ് ഈ കാരണം? ഹർഷദീപ് ഒരു 7 വൈഡ് എറിഞ്ഞിരിക്കണം. ബുംറക്ക് 45 റണ്ണാണ് കിട്ടിയിരിക്കുന്നത്. ഒരു വിക്കറ്റ് പോലും എടുത്തിട്ടില്ല. എന്ത് ടീമാണ് ഇത്! ജയിച്ചതിൽ 100% സന്തോഷവാനാണ്. എന്താ കാട്ടിക്കുട്ടി! ഈ ടീമെ വെച്ചിട്ടാണ് മുന്നോട്ട് പോകണം തന്നെ ഒരു രക്ഷയില്ലട്ടാ. ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ഒരു രക്ഷയില്ല. പിന്നെ എന്തിനാണ് ശിവൻ ദുബനെ 2 ഓവർ എറിയിക്കാനും ഈ 8ാമത്തെ ബാറ്റ്സ്മാനെ ഇറക്കാനാണ്? അതിലും നല്ലൊരു ബോളർ ഇറക്കണല്ലേ. 7 ബാറ്റ്സ്മാൻമാർ ഓൾറെഡി ഉണ്ട്. പിന്നെ എന്തിനാണ് ശിവൻ ദുബനെ ഒരു ഓൾറൗണ്ടർ എന്ന ലെവലിൽ കൊടുക്കുന്നത്? ഓൾറെഡി അവിടെ അക്സർ പട്ടേലുണ്ട്. ഈ അക്സർ പട്ടേലും അതുപോലെ തന്നെ എല്ലാവരും ബോളിനനുസരിച്ചിട്ടേ കളിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഒരാൾ ജയിക്കണം വിചാരിച്ച് കളിച്ചില്ല. തുടക്കം തന്നെ പാളിപ്പോയി. ഗില്ല് ഡക്കടിച്ചതിൽ പാളിപ്പോയി. എന്താ ചെയ്യലേ ഇതൊക്കെ? എന്നിട്ട് ഇന്നുണ്ടായിരുന്നല്ലോ ഗില്ലിന് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് A+ ഗ്രേഡിലേക്ക്. അതായത് രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെ ഒക്കെ ലെവലിലേക്ക് പ്രൊമോഷൻ കൊടുത്തിക്കുക. ഏത് ലെവലാണ് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയ. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് അവർ ജയിക്കേണ്ട കളിയായിരുന്നു. കാരണം വെച്ചാൽ ഡിക്കോക്കിൻ്റെ ഇന്നിങ്സ് തന്നെ മതി. അത് ഡിക്കോക്ക് ഒറ്റയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു. ഈ നിലക്ക് ആ നിലക്കാണ് അടിച്ച് തരിപ്പണാക്കി. ഹർദിക് പാണ്ഡ്യ കഴിഞ്ഞ കളി കളിച്ചത് ഈ കളിയിൽ ഫ്ലോപ്പാണ്. കാരണം വെച്ചാൽ നല്ലൊരു സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിലല്ലേ ഏത് ടീമിനായാലും ജയിക്കാനും പറ്റുക. സ്റ്റാർട്ടിങ് ഇല്ല. അഭിഷേക് ശർമ്മ ഒക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫ്രീഡം കൊടുത്തതിന് വെച്ചിട്ട് എല്ലാ ബോളും വായി വലിച്ചിട്ട് അടിച്ചിട്ട് ഔട്ടാവുകയാണ്. ഒരു 214 ചേസ് ചെയ്യാണ്. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഈ ബാറ്റ്സ്മാൻമാർ കാണിക്കണ്ടേ? ബൗളേഴ്സ് ഏതായാലും അതും ടോസ് കിട്ടിയിട്ടാണ് ബോളിംഗ് എടുത്തത്. ക്യാപ്റ്റൻ്റെ തീരുമാനം അവിടെ പാളി. കാരണം ചേസ് ചെയ്ത് ജയിക്കുക എന്നുള്ള ഒരു എപ്പോഴത്തുള്ള ടാറ്റിക്സ് ആണത്. അത് എന്താ പറയുക, അത് ഈ ചെറിയ ടീമിനായിട്ട് കളിക്കണ പോലെ സൗത്ത് ആഫ്രിക്കയിൽ കളിച്ചിട്ട് കാര്യമില്ല. അവരെപ്പോഴാണ് ഫയർ ആവുന്നത് ഒരു പിടുത്തല്ലാത്ത ടീമാണ്. അടിക്കുകയാണെങ്കിൽ എല്ലാവരും അടിക്കും, ഔട്ടാവുകയാണെങ്കിൽ എല്ലാവരും ഔട്ടായി പോവുകയും ചെയ്യും. പക്ഷെ ഒന്നും അങ്ങനെയല്ല. അന്ന് ഡിക്കോക്ക് നിന്ന് അടിച്ച് തൂഫാനാക്കി തന്നെ. ഈ സൂര്യകുമാർ ക്യാപ്റ്റൻ ആയതിന് ശേഷം അവൻ്റെ ലാസ്റ്റത്തെ ഇന്നിങ്സ് എടുത്ത് നോക്കിയാൽ മതി, ഒരു 50 പോലും ഇല്ല. ലാസ്റ്റ് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ 47 അവൻ്റെ ഒരു ക്യാപ്റ്റൻ ആയതിൻ്റെ ശേഷമുള്ള ഒരു ബെസ്റ്റ് സ്കോർ എന്നാണ്. അതിനുശേഷം ഓസ്ട്രേലിയയിൽ കളിച്ച് ഇപ്പോൾ അത് ഇന്ത്യയിൽ ഇപ്പോൾ 2 T20 കഴിഞ്ഞു. ഈ 2ലും ഫ്ലോപ്പാണ്. ഇവനൊക്കെ എന്തിനാണെന്നാണ്? ഈ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും എടുത്ത് കളഞ്ഞാൽ തന്നെ ടീം ഒന്നാവും. അപ്പം ഞാൻ ഈ ചെയ്യുന്ന ക്രിക്കറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.